എല്ലാ മതത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു പവിത്രതയുണ്ട്. ആ പവിത്രത കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ആ മതത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസികളുടെ കടമയാണ്. പക്ഷെ ആ വിശ്വാസങ്ങളെയെല്ലാം വിറ്റ് കാശാക്കുന്ന കുറെ കീടങ്ങളും ഉണ്ടാവും എന്നുള്ളതാണ്. അവർ തന്നെയാണ് ആ മതത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ടുള്ളത്. ഒരു ഉസ്താദിന്റെ ഒരു ഡയലോഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. എനിക്കൊരു സുഹൃത്ത് അയച്ചു തന്നതാണ്. ഒരു മുസ്ലിം സുഹൃത്ത് അയച്ചു തന്നിട്ട് എന്നോട് പറയാ, ഇതൊന്ന് റിയാക്ട് ചെയ്യും മോനെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ആളുകൾ ഇയാളുടെ മണ്ടത്തരങ്ങൾ കേട്ട് അയാൾക്ക് വാരിക്കോരി പൈസ കൊടുക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയും കൂടി എനിക്ക് കിട്ടി. അതൊരു ക്രിസ്ത്യ പാസ്റ്ററാണ്. അദ്ദേഹത്തിന്റെ സ്വപ്നത്തില് ദൈവം വന്ന് സംസാരിച്ചു, നേരിട്ടിട്ട്, സ്വപ്നത്തിലല്ല, നേരിട്ട് വന്ന് സംസാരിച്ചു. അത് ഞാൻ റെക്കോർഡും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഒന്ന് പരിശോധിക്കാം. ഞാൻ ഈ വീഡിയോക്ക് മറുപടി പറയുന്നതിനേക്കാൾ നല്ലത് യഥാർത്ഥ വിശ്വാസികളായ ആളുകൾ പറയുക തന്നെയാണ്. പക്ഷെ ഞാൻ പറയുമ്പോൾ കുറച്ച് ആളുകൾ ഇത് കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്നുള്ള വിശ്വാസം കൊണ്ടാണ് സുഹൃത്ത് എനിക്ക് അയച്ചു തന്നത്. എന്തായാലും ഒന്ന് കേൾക്കാം. ഉറങ്ങി സ്വപ്നത്തിലേ പറയണോ? എനിക്ക് പറയാൻ വയ്യ, എങ്ങനെ ഞാൻ പറയും നിങ്ങളോട്? പറയണോ? ഞാൻ കടന്നിങ്ങനെ ഉറങ്ങിയപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വന്നു. ഞാൻ കാണേണ്ടതുപോലെ കണ്ടു. മുത്തം നെറ്റിക്ക് ഇവിടെ തന്നു, കവളിൽ ഉമ്മ തന്നു, കെട്ടിപ്പിടിച്ചു, എന്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് മുത്തിയ നബി എന്നോട് പറയാ, നീ എനിക്ക് വേണ്ടി 37 കോടി സ്വലാത്ത് ചെല്ലിപ്പിച്ചില്ലേ, നീ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തില്ലേ, നിനക്ക് ദുനിയാവിലുള്ള എല്ലാം നിനക്ക് ഞാൻ തരാം. എങ്ങനെയുണ്ട്? സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്നിട്ട് ആൾക്ക് മുത്തം കൊടുത്ത് പറയാം, 37 കോടി സ്വലാത്ത് നീ ആളുകളെ കൊണ്ട് ചൊല്ലിച്ചില്ലേ, അതിന് നിനക്ക് ഞാൻ എല്ലാം തരാമെന്നാ പറഞ്ഞിട്ടുള്ളത്. ഏത് മുസ്ലിമാണ് അങ്ങനെ വിശ്വസിക്കുന്നത്? പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ള മുസ്ലിങ്ങളൊക്കെ. അതായത് ഇവിടെ ചെയ്യുന്ന നന്മകൾക്കുള്ള കൂലി കിട്ടുന്നത് അങ്ങ് പരലോകത്തിലാണ്. പക്ഷെ ഇത് ആളുടെ സ്വപ്നത്തിൽ ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് അദ്ദേഹത്തിന് കൊടുത്ത പ്രസ്താവന എന്താണ് കൊടുക്കാമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് കേൾക്കാം. പണവും തരാം, വീടും തരാം, മജ്ലിസും തരാം. എനിക്ക് മുത്തുനബി ഒരു 3 ഏക്കർ സ്ഥലം കാണിച്ചു തന്നു. 3 കോടി രൂപയാ. ഗൂഗിൾ പേ വെക്കൂല, അത് മുത്തുനബി തന്നെ വാങ്ങിത്തരാന്ന് പറഞ്ഞു. അതെ, ഗൂഗിൾ പേയിൽ ഒക്കൂല, കാരണം വലിയ എമൗണ്ട് ആണ്. ഗൂഗിൾ പേയിൽ ഒക്കൂല, അതുകൊണ്ട് മുത്തുനബി തന്നെ എനിക്കത് വാങ്ങിത്തരാമെന്ന് പറഞ്ഞു എന്ന്. ഓക്കെ, തുടർന്ന് കേൾക്കുക കേട്ടോ. അതിന് കഴിവുള്ളവരെ നിന്റെ അടുത്തേക്ക് ഞാൻ വിട്ടോളാം എന്ന് പറഞ്ഞു മുത്തുനബി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇനി റമദാൻ വരെ ഗൂഗിൾ പേ ഒന്നും വെക്കണ്ട എന്ന് പറഞ്ഞു. നീ അതൊന്നും വെക്കാതെ മജ്ലിസ്. ഓക്കെ, അതും കേട്ട് ഏതെങ്കിലും ഒരു പൊട്ടന്മാര് പോയിട്ട് എന്ത് വാങ്ങിക്കൊടുക്കും? 3 കോടി രൂപ ചെലവഴിച്ചിട്ട് ആ സ്ഥലം വാങ്ങിക്കൊടുക്കും. ബുദ്ധി ഇല്ലാത്ത ആളുകൾ ആവരുത് നിങ്ങൾ വേണമെങ്കിൽ ഒരു എത്തിങ്ങാനൊക്കെ വേണ്ടി എന്തെങ്കിലും കൊടുത്തോ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു പാവപ്പെട്ടനെ സഹായിച്ചോ. എന്നാൽ പോലും ഇങ്ങനെ ആളുകളെ വിറ്റ് കാശാക്കുന്ന ആളുകൾക്ക് 1 രൂപ പോലും കൊടുക്കരുത്. അധ്വാനിച്ച് പണിയെടുത്ത് ജീവിക്കാൻ പറയും. ഉസ്താദാണ് എന്നൊരാളിനോട് പറഞ്ഞു. ഉസ്താദ് എന്നല്ല ഇയാള്. ഇങ്ങനെയുള്ള ആളുകളും ഉസ്താദിന്റെ പട്ടികയിലൊന്നും പെടുത്തല്ലേ. ഇയാൾ എന്ത് പണ്ഡിതനാണ്? ഇയാൾ ഒരു പണ്ഡിതനും അല്ല. കുറച്ച് കാര്യങ്ങൾ അറിയാം, അത് വെച്ച് പതുക്കെ ആളുകളെ പറ്റിക്കാൻ രംഗത്തിറങ്ങിയ മനുഷ്യന്മാരാ. അങ്ങനെ കുറെ എണ്ണം ഉണ്ട് കേട്ടോ. എല്ലാ മതത്തിലും ഉണ്ട്. ഇത് മുസ്ലിം മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും മാത്രമുള്ള കാര്യമില്ല, ഹിന്ദു മതത്തിലും ഉണ്ട്, എല്ലാ മതത്തിലും ഉണ്ട്. അതായത് തീവ്ര മനോഭാവമുള്ള ആളുകൾ എല്ലാ മതത്തിലും ഉണ്ടാവും. അവരാണ് തീവ്രമായിട്ട് പ്രശ്നങ്ങളിലേക്ക് ഇടപെടുന്നതും പ്രശ്നങ്ങളിലേക്ക് പോയി തലയിടുന്നതൊക്കെ. പിന്നെ ഒരു മിതവാദിയായിട്ട് ആളുകളുണ്ടാവും. അവർ അന്നന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് സാമ്പത്തികമായിട്ട് വലിയ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ദൈവവിശ്വാസവും കാര്യങ്ങളൊക്കെ 5 നേരം നിസ്കാരവും കാര്യങ്ങളൊക്കെ, പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ ഒരുപാടുണ്ട്. പക്ഷെ അവരൊക്കെ വിറ്റ് കാശാക്കാൻ വേണ്ടി ഇങ്ങനെ കുറെണ്ണം വരുന്നുള്ള. സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്ന് അദ്ദേഹത്തിനോട് പറയാം, 37 കോടി സ്വലാത്ത് നീ ചൊല്ലിച്ചത് കൊണ്ട് നിനക്ക് ഞാൻ എല്ലാം തരാം എന്ന് പറഞ്ഞു എന്ന്. ഏത് മുസ്ലിമാണ് ഈ ഒരു ലോകത്ത് നിന്നും നമ്മൾ ചെയ്യുന്ന കൂലി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത്? അങ്ങനെയല്ല. പരലോകത്ത് പോയി കഴിഞ്ഞാൽ തന്നെയാണ് അതെല്ലാം കിട്ടുക എന്ന് വിശ്വസിക്കുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള നന്മകൾ ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ ചില ആളുകൾ നന്മ ചെയ്യാതെ ദുഷ്ടത്തരം കാണിച്ച് നടക്കുന്ന ആളുകളുണ്ട്. എല്ലാ മതത്തിന്റെയും ഏക ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്നേഹം തന്നെയാണ്. പക്ഷെ ആ സ്നേഹം ഇല്ലാത്ത ആളുകളുണ്ട്. നമുക്കതൊന്നും പറയാൻ കഴിയില്ല. അത് അവസാനിക്കാത്ത ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് അതിലേക്ക് കടക്കാത്തത്. ഇനി ഉസ്താദ് ഇതുപോലെ തന്നെ ഒരു ഇന്നോവ കാർ ആവശ്യപ്പെട്ടപ്പോ ഒരാള് കാറ് കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് കണ്ടു നോക്കിയേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മുടെ സാജനിക്കാണ്, എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന ആളാണ്. അൽഹംദുലില്ലാഹ്, വലിയ ബിസിനസ് ഒക്കെ നടത്തുന്ന ആളാണ്. ഇന്ന് അദ്ദേഹം എന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം ഇന്നോവ എനിക്ക് തരാൻ വേണ്ടി വന്നതാണ്. അള്ളാഹു ഖൈറും ബർക്കത്തും റാഹത്തും നൽകുമാറാകട്ടെ. എല്ലാവിധ വിഷമങ്ങളും മാറ്റി കൊടുക്കട്ടെ. ബിസിനസ് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ല രീതിയിൽ ബിസിനസ് പോകുന്നുണ്ട്. ഇത്ര നാൾ ഉപയോഗിച്ച ഇന്നോവ പുതിയൊരു കാർ എടുക്കുന്നത് കൊണ്ട് എനിക്ക് കൊണ്ട് തരാം അല്ലേ?
കാര്യങ്ങൾ അസ്സലാമലൈക്കും. ഉസ്താദ് നല്ലൊരു ചങ്ങായി കൂടെയാണ്. ഉസ്താദിനെ എന്റെ ഇന്നോവ ഞാൻ മനസ്സറിഞ്ഞ് സ്നേഹത്തോടെ വിളിക്കുകയാണ്. അള്ളാഹു എല്ലാവിധ ഹൈറും ബർക്കത്തും ഇന്നോടെ ചാവി ഇന്നെന്റെ കൈ കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ബിസിനസ് ഇതിനേക്കാളും വിജയിക്കാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം കേട്ടോ. അപ്പൊ ഇന്നു മുതലേ ഞാൻ ദഅവത്തിന് വേണ്ടി പ്രഭാഷണത്തിന് വേണ്ടി ഇറങ്ങുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ വണ്ടിയിലായിരിക്കും. അള്ളാഹു ഈ സന്തോഷം സ്വർഗം വരെ അള്ളാഹു എത്തിക്കട്ടെ. ഞങ്ങളെ ഈ സ്നേഹബന്ധം അള്ളാഹു സ്വർഗത്തിൽ എത്തിക്കട്ടെ. സ്വർഗത്തിൽ ചിലപ്പോൾ ആ മനുഷ്യന് എത്താൻ സാധ്യതയുണ്ട്. നിങ്ങൾ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ പറ്റിക്കപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ പറ്റിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. നിങ്ങൾ യഥാർത്ഥ ഇസ്ലാം ആണെന്ന് നിങ്ങൾക്ക് എങ്ങനെ നെഞ്ചത്ത് കൈ വെച്ച് പറയാൻ കഴിയും? പറയാൻ കഴിയില്ല. നിങ്ങൾ ജനങ്ങളെ പറ്റിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇതൊന്നും ശരിയായിട്ടുള്ളൊരു നടപടിയല്ല. ഇതൊക്കെ വിശ്വാസികളായ ആളുകളെ ചൂഷണം ചെയ്യുകയാണ്. യഥാർത്ഥ വിശ്വാസികളായ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആ ഖുർആൻ പ്രകാരം എന്താണോ പറയുന്നത് അതുപോലെ ജീവിക്കൂ. ഇങ്ങനെയുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് വിശ്വസിക്കാതിരിക്കുക. സലാത്ത് ചൊല്ലിയാൽ നിങ്ങൾക്ക് കൂലി കിട്ടുമെങ്കിൽ നിങ്ങൾ സലാത്ത് ചെല്ലുക, ദിക്ർ ചെല്ലുക. അതൊക്കെ നിങ്ങളുടെ മാത്രം കാര്യമാണ്. അത് മറ്റൊരാൾ പറഞ്ഞ് നമ്മൾ ചെയ്യിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ വിശ്വാസപ്രകാരം നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനിടയിൽ പണ്ഡിതനാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ നുണകളും പറഞ്ഞ് നമ്മളെ കയ്യിൽ നിന്ന് എല്ലാവരും സ്വപ്നത്തിലും ചിലപ്പോ ഈ നബിയൊക്കെ ചിലപ്പോൾ പ്രത്യക്ഷപ്പെടുന്നൊക്കെ ഉണ്ടാവും. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നബി വന്ന് പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇസ്ലാമിൽ പഠിക്കുന്ന ഒരു കാര്യമല്ലേ. നമുക്ക് പരലോകം ഇഹലോകം ഒക്കെ ഉണ്ട് അല്ലെ. നമുക്ക് പരലോകത്ത് ചെന്നാലാണ് ബാഹ്യ ജീവിതം, പിന്നീടുള്ള ജീവിതം എന്ന് വിശ്വസിക്കുന്ന ആളുകളല്ലേ. അപ്പൊ അത് ചൂഷണം ചെയ്യുന്ന ആളുകളാണ് ഇവരുള്ളവർ. കുറെ ആളുകൾ പല നുണകളും പറയുന്നുണ്ട്. അതെന്തിനാ വെച്ചാൽ അവർക്ക് ജീവിക്കാൻ ഒരു വകുപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാ. ഇവരൊന്നും യഥാർത്ഥ വിശ്വാസികളെ അല്ല. ഓക്കെ, ഇനി മറ്റൊരു വീഡിയോ. ഇതൊരു പാസ്റ്ററിൻ്റെതാണ്. അദ്ദേഹം പറയുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പൊന്നുമക്കളെ അദ്ദേഹത്തിനെ ഒന്ന് കേട്ടോ, ഞാൻ പറയുന്നില്ല. ഒക്ടോബർ മാസം ഞാൻ ഒന്ന് പ്ലേ ചെയ്തോട്ടെ. ഞാൻ കേട്ട ശബ്ദം ഞാൻ എഴുതി വെച്ച് റെക്കോർഡ് ചെയ്ത് വെച്ച് ഇതിനകത്ത്. കർത്താവ് എന്നോട് സംസാരിച്ചതാ എന്റെ മുറി വന്ന്. ലിസൺ. ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു. ചർച്ചിന്റെ കുറ്റം എന്തുണ്ട്, സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല. കർത്താവ് എന്നോട് സംസാരിച്ചതാ എന്റെ മുറി വന്ന്. എപ്പടി കർത്താവ് അദ്ദേഹത്തിന്റെ മുറിയിൽ വന്ന് അദ്ദേഹത്തോട് സംസാരിച്ചത് മൊബൈൽ ഫോൺ റെക്കോർഡ് ചെയ്ത് മമ്മൂട്ടിയുടെ ശബ്ദത്തെ വെല്ലുന്ന രീതിയിലുള്ള ഒരു ശബ്ദവുമായിട്ട് അത് പുറത്തേക്ക് വിടുകയാണ്. വളരെ ഗാംഭീര്യമുള്ള ശബ്ദമാണ്. എങ്ങനെ അത് കണ്ട് കൈയടിച്ച ഒരുപാട് ആളുകളുണ്ട്. ഒരുപക്ഷെ എല്ലാ മതത്തിലും ഉണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ പറ്റിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ. ഈ പാസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു സംഭവങ്ങളെ കൃത്യമായിട്ട് ഒരു സിനിമയിലൂടെ പൊളിച്ചടക്കിയിട്ടുണ്ട് അമൽ നീരതൊക്കെ പോലെ. അതിന്റെ പിന്നിൽ ഒരു വലിയ ടീം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഈ പാസ്റ്റർ ആയിട്ടുള്ള ഇയാളുടെയൊക്കെ പഴയ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. അയാൾക്ക് തലയിൽ മുടിയൊന്നും ഉണ്ടായിരുന്നില്ല, അതൊക്കെ വെച്ച് പിടിപ്പിച്ചു. അതേപോലെ മുഖത്തൊക്കെ ഒരുപാട് പാണ്ടുണ്ടായിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹമൊക്കെ ഭയങ്കര ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത്, അത് കോടികളുടെ വരുമാനമാണ്. അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ ഇവിടേക്ക് സംഭാവന നൽകാത്ത ആളുകളെ അവരെ കുറിച്ച് ഞാൻ കർത്താവിനോട് പറഞ്ഞ് അവർക്ക് ശിക്ഷ ഞാൻ വാങ്ങിക്കൊടുക്കുമെന്ന് പറഞ്ഞ് അത് വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പൊ തീവ്രമായിട്ടുള്ള വിശ്വാസമുള്ള ആളുകൾ ഒരുപാടുണ്ടെന്നുള്ളതാണ്. ഇനി ഈ ഒരു പാസ്റ്ററെ കുറിച്ച് പറയുന്ന വേറൊരു ആളുണ്ട്. അതായത് ഇദ്ദേഹത്തിന്റെ ഒരു കഴിവിനെ കുറിച്ചിട്ട്. ഈ പാസ്റ്ററുടെ പേരെന്താണ്? ടിനു. ഓക്കെ, ടിനു ആണ് ആളെ പേര്. നല്ല പേര്, ടിൻറ്റുമോൻ എന്നാവാൻ ഞാൻ നന്നായി. എന്തായാലും കേട്ടോക്കാം. ഒരു ദിവസം വർഗീസ് എന്ന് പറഞ്ഞ സഹോദരൻ, അവിടുത്തെ ഗ്രിഗോറിയസ് പള്ളിയിലെ സഹോദരൻ എൻ്റെ അടുത്ത് വന്നു. പുള്ളി കോൺട്രാക്ട് പണി ചെയ്യണ ആളാ, റോഡുണ്ട് ചെയ്യുക. അപ്പൊ അദ്ദേഹത്തിന് 2 JCB ഉണ്ട് 2006. ഇദ്ദേഹത്തിന് 2 JCB ഒരെണ്ണം കുട്ടനാടൻ പ്രോജക്ട് ചെയ്ത സമയത്ത് അവിടെ AC കനാലിൽ വീണ് ചെള്ളയെ കൊണ്ടുപോയി. ഇവര് ചെയ്യാവുന്ന പരിപാടി എല്ലാം ചെയ്ത് ക്രെയിനൊക്കെ കൊണ്ടുവന്നിട്ടും ഖലാസികളെ കൊണ്ടുവന്നിട്ടും JCB പൊങ്ങണില്ല. അപ്പോൾ വർഗീസ് അതിന് വന്ന് എന്റെ വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. കുറിച്ചുരുവ് എടുത്തിട്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് പ്രേയർ ചൊല്ലിയിട്ട് ഇദ്ദേഹത്തിന് കൊടുത്തു. ഇത് അദ്ദേഹത്തിന് കൊടുത്തിട്ട് പറഞ്ഞ്, നിങ്ങളൊന്നും ചെയ്യേണ്ട, JCB ഏത് ചള്ളയൊക്കെ പുണ്ട് കിടന്നാലും ശരി, ഈ കുരിശ് അതിനെ കെട്ടുക, വിശ്വാസപ്രമാണം കെട്ടുമ്പോൾ ചെല്ലണം, കെട്ടിക്കഴിഞ്ഞ് ചെല്ലണം, എന്നിട്ട് നിങ്ങൾ വരിക്കാൻ പറയും. ഒരു പ്രാവശ്യം വരച്ചുള്ളൂ വർഗീസ് എന്റെ ആൾക്കാര്, 2 പ്രാവശ്യം വരച്ചില്ല. JCB കരക്ക് പറഞ്ഞു. JCB ചെള്ളെ പൂണ്ടാലും മനുഷ്യൻ പരാജയപ്പെട്ടാലും അതിനെ തിരിച്ചെടുക്കുന്ന ശക്തിയും യേശുവിൻ്റെതാണ്. ബലനിയമങ്ങൾ സൃഷ്ടിച്ച കർത്താവാണ് ബലനിയമങ്ങളുടെയും കർത്താവ്. ഓക്കേ,
ഞാനിതിലൊന്നും പറയാനില്ല, ഞാൻ പറയാൻ ആളുമല്ല. കാരണം നമ്മളെ സ്വപ്നത്തിലൊന്നും ആരും വരുന്നില്ലടോ ഇതൊക്കെ പറയാനേ. നമ്മൾ അർജുൻ എന്ന് പറയുന്ന ഒരാളെ കാണാതായത് ഓർമ്മയില്ല, ലോറിയിൽ. ആ ഒരു സമയത്ത് ഈ ആളുകളൊക്കെ എവിടെ ആയിരുന്നു എന്നുള്ളതാണ്. കാരണം ഇവരുടെയൊക്കെ ആ ഒരു പ്രസൻസ് അന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നിരന്തരം ആളുകളെ പറ്റിച്ച് ജീവിക്കുന്ന ഒരുപാട് ദൈവത്തിന്റെ ആളുകളാണ് ഞങ്ങൾ എന്ന് പറയുന്ന ആളുകളുണ്ട്. അവരെ സമൂഹത്തിന്റെ മുന്നിൽ മാറ്റി നിർത്തുക, നിങ്ങളെ വിശ്വാസപ്രകാരം തന്നെ മുന്നോട്ട് പോവുക. അതിൽ ഇങ്ങനെയുള്ള ആളുകളെ വേണ്ട. നമുക്ക് ദൈവത്തിനോട് സംസാരിക്കാൻ ഒരു മീഡിയേറ്റർ ആവശ്യമില്ല. അല്ല, അങ്ങനെയല്ലേ? സംസാരിക്കുക എന്ന് പറയുന്നത് നമ്മളൊരു കാണാൻ കഴിയാത്ത ഒരു വസ്തുവല്ല, കാണാൻ കഴിയാത്ത ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ നോക്കുന്നത്. അതായത് അവിടെ ഒന്നുമില്ല, ശൂന്യതയാണ്. ആ ശൂന്യതയിൽ നമ്മൾ കണ്ടെത്തുന്നതാണ് നമ്മുടെ ദൈവങ്ങൾ, അല്ലെ? അപ്പൊ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് പോലെ തന്നെ സ്നേഹം എന്നുള്ള ആയുധം കൊണ്ടാണ് മുന്നോട്ട് പോവേണ്ടത്. സ്നേഹത്തിലാണ് ദൈവം അടങ്ങിയിരിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്ന് അദ്ദേഹത്തിന് മുത്തം കൊടുത്ത് അദ്ദേഹത്തിനോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ സ്വപ്നത്തിൽ വന്ന അല്ലെ നേരിട്ട് വന്ന ശബ്ദം റെക്കോർഡ് ചെയ്ത ദൈവത്തെ കുറിച്ച് പറഞ്ഞ ആ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്തതാണ്. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ വീഡിയോന്റെ അവസാനം കുറച്ച് മ്യൂസിക് ഒക്കെ ഉണ്ട്, അല്ലെ? അതായത് ഇവരുടെ പ്രത്യേകത വെച്ചാൽ മ്യൂസിക് അവരുടെ വിഷയങ്ങളുടെ ഇടയിലൊക്കെ അങ്ങനെ കുത്തി കയറ്റി കൊടുക്കും. മ്യൂസിക്കിന് വല്ലാത്തൊരു പ്രത്യേകത ഉണ്ട്. അതായത് നമുക്ക് ഓരോ മൂഡിനെ അനുസരിച്ചിട്ട് മ്യൂസിക് നമ്മളെയും കൂടി അങ്ങ് മാറ്റിമറയ്ക്കും. അതാണ് അവരുടെ ട്രിക്ക്. മറ്റേ ആളുടെ ട്രിക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്വപ്നത്തിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധാരണക്കാരെ പറ്റിക്കുക. സാധാരണക്കാർ മാത്രമാണ് പറ്റിക്കപ്പെടുന്നതല്ല, ബുദ്ധിയും ഇവരൊക്കെ ഉള്ള വലിയ പണക്കാരായ ആളുകളും അതിൽ പോയി വീഴുക. വിനോവ കാറൊക്കെ കൊണ്ടുകൊടുക്കുന്നുണ്ട്. ഞാൻ 3 കോടി രൂപ ചെലവഴിച്ച അയാൾക്ക് ഒരു സ്ഥലവും വാങ്ങിക്കൊടുക്കും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും. അതുവരെ സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.